എഴുതിയെടുക്കുന്നില്ല റുഹാനി കട്ട് തിന്നുന്നുണ്ട് ഇടക്ക്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഫലൂദ വീട്ടിലുണ്ടാക്കി സെർവ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. സാധാരണ ഫലൂദ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പാല്, ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം, കോൺഫ്ലെക്സ് പോലെയുള്ള ഫാൻസി ഐറ്റംസ് ഒന്നും ഇല്ലാണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ഈ ഒരു ലോക്ക്ഡൗണിൽ പ്രത്യേകിച്ച് മാങ്ങ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയ കിടിലൻ മാംഗോ ഫലൂദയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഒരു ലിക്വിഡ് മിക്സ്ചർ റെഡിയാക്കാൻ അരക്കപ്പ് വെള്ളം ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലപോലെ മെൽറ്റ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ച് അരക്കപ്പ് പാൽപ്പൊടി ഇട്ട് കട്ടൊന്നും ഇല്ലാതെ മിക്സ് ചെയ്താൽ ഏകദേശം മിൽക്ക് മെയ്ഡ് ഡൈല്യൂട്ട് ചെയ്ത ടേസ്റ്റുള്ള മിക്സ്ചറാണിത്. ഇതിന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി ഫലൂദൻ്റെ സേവിന് പകരം ഞാനിവിടെ തിന്നായിട്ടുള്ള സേമിയാണ് എടുക്കുന്നത്. 1 കപ്പ് വെള്ളം ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ അരക്കപ്പ് സേമിയ ഇട്ട് 90% ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. തിൻ സേമിയ ആയതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ തന്നെ കുക്കാവും. ഇനി ഇതൊരു സ്ട്രെയിനറിലിട്ട് ഡയറക്റ്റ് തണുത്ത വെള്ളത്തിലിട്ട് ഒന്നും കൂടി സ്ട്രെയിൻ ചെയ്തെടുക്കാം. ചൂടുവെള്ളത്തിൽ തന്നെ വെച്ചാൽ ഓവർ കുക്കായി സെർവ് ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല ഫലൂദ സെർവ് ചെയ്താൽ ഗ്ലാസ്സിൽ നല്ല നീറ്റിൽ വിട്ട് നിൽക്കും. അപ്പോൾ അത് കാണാനും നല്ല നീറ്റ് ഉണ്ടാവും. ഇനി ഇതും ഫ്രിഡ്ജിൽ വെച്ച് മിനിമം 4 മണിക്കൂർ കൂളാക്കി എടുക്കാം. ഫലൂദ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ലെയറും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. എല്ലാ ലെയറും ഒരേപോലെ കൂളായിട്ട് കഴിക്കുമ്പോഴാണ് ഫലൂദ കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടാൻ. അപ്പോൾ ഞാനിന്ന് ഫലൂദ അസംബിൾ ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ ലേയേഴ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് മിക്സും കുക്ക് ചെയ്ത സേമിയ കൂടാണ്ട് കുറച്ച് ചോപ്പ് ചെയ്ത കാഷ്യൂസ്, ബദാം, റൈസിൻസ്, പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് പോപ്പായതും എടുത്തിട്ടുണ്ട്. 1 മാങ്ങ വെള്ളമൊന്നും ചേർക്കാണ്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത മാംഗോ പ്യൂരി, പിന്നെ 2 മാങ്ങ ചെറിയ കഷ്ണമായിട്ട് ചോപ്പ് ചെയ്തിട്ടും എടുത്തിട്ടുണ്ട്. മാംഗോ ഫലൂദ ആയതുകൊണ്ട് ഞാൻ വേറെ ഫ്രൂട്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഫലൂദയാണിത്. ഇനി ഫലൂദ ഗ്ലാസ്സിലേക്ക് അസംബിൾ ചെയ്തെടുക്കാം. അസംബിൾ ചെയ്യുന്നതും നിങ്ങളെ ചോയ്സ് പോലെ ചെയ്യാം. ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഒഴിച്ച് സേമിയ ഇട്ട് മേലായിട്ട് കസ്കസ് ഇടാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. റോസ് സിറപ്പിൻ്റെ കളറൊന്ന് സ്പ്രെഡായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇതിൻ്റെ മേലായിട്ട് മാംഗോ പ്യൂരി, കട്ട് ചെയ്ത മാങ്ങൻ്റെ പീസസ്, ലിക്വിഡ് മിക്സ്ചറും ലെയർ ചെയ്ത് കുറച്ച് നട്ട്സ് ഇടാം. പിന്നെ സെയിം ലെയേഴ്സ് റിപ്പീറ്റ് ചെയ്യാം. ഓരോ ലെയറും ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുന്നത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഗസ്റ്റിൽ വരുമ്പോൾ ഇങ്ങനെ നീറ്റിൽ സെർവ് ചെയ്താൽ അവർ പെട്ടെന്ന് ഇംപ്രസ്ഡ് ആവും. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ ലെയർ ചെയ്യാനൊന്നും ടൈം ഇല്ലെങ്കിൽ എല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്താലും മതി. ഞാനിന്നെടുത്ത ഇൻഗ്രീഡിയൻസിന് ഈ ഒരു സൈസിലുള്ള 4 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. മേലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം, നട്ട്സ്, കട്ട് ചെയ്ത മാംഗോ പീസസ് എല്ലാം വെച്ച് ടോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മാംഗോ ഫലൂദ ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ബീച്ചു ഫഹീമ ഹിയർ. ടേക്ക് കെയർ. ബൈ.